സാധനം ഈ ലോകത്തെല്ലാ തെല്ലിതേങ്ങ ഞാൻ അമ്മ കൊണ്ട് കൊടുക്കും. എവിടെ കാണിച്ചടാ തല്ലിത്തേങ്ങ കാണിക്ക്, പിള്ളേരെ കാണിച്ചു കൊടുക്ക് ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ പുൽപ്പള്ളി ബീച്ചിൽ വന്നേക്കാണ്. ഇവിടെ ഞങ്ങളെപ്പോഴും വന്നിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ടോ നിങ്ങൾ? നമ്മുടെ നൈസ് ശാന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് വന്നിരുന്ന് ഇവിടെ ഫുഡ് അടിച്ച് ഇരിക്കുക എന്നൊക്കെ ഉള്ളൊരു വൈബിലാണ് ഞങ്ങളിവിടെ വരാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഒരു തല്ലിത്തേങ്ങ കിട്ടി. അവിടെ നിന്ന് ഈ പറയുന്നത് നൊസ്റ്റാലജി അടിച്ച് തുടങ്ങിയതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇത് കണ്ടത് പുട്ടുപോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ അവര്. പണ്ടുകാലത്തൊക്കെ ഒരുപാട് തല്ലിത്തേങ്ങയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് തിന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നു. മരിക്ക് പ്രാന്തായി തോന്നുന്നുണ്ട്. അവർ കൊറേയൊക്കെ പിറക്കണ്ട അവിടെ നിന്നിട്ട്. കൈ കാണിച്ചതാ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാരും ഒഴിവാക്കി എനിക്ക് ദുബായിക്ക് പോരേണ്ടി വന്നു. ഇന്നിക്കിവിടെ എല്ലാം ഉണ്ട്. വലിയ ഫ്ലാറ്റ്, വലിയ കാറ്, കുടിക്കാൻ കൊക്കക്കോല, അങ്ങനെ എല്ലാം. കൂട്ട് നിങ്ങൾ മാത്രമില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ വരും. ഇപ്പോൾ നമ്മൾ ഈ സാധനം കണ്ടപ്പോൾ ഒരാഗ്രഹം അതെങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങിയതാണ്. കണ്ടില്ലേ, അതായത് ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങിയതാ. ഇപ്പം എത്ര എണ്ണമായി നോക്കിയാൽ അമ്മയുടെ കയ്യിൽ ഒരു വാശി പോലെ ആക്കി. വാശി പൊട്ടിക്കാൻ വേണ്ടിയാ തിന്നണത്. അപ്പൊ ഞാനല്ലല്ലോ പൊട്ടിക്കാൻ വേണ്ടിയല്ലേ നീ തിന്നണത്. അമ്മൂമ്മ പറഞ്ഞ എന്താണെന്നറിയോ? എല്ല് മുറിയെ പണിയെടുക്കാം. ഇതെന്തും പല്ലു എന്നാടാ എനിക്ക് എല്ലാവർക്കും വീതിച്ച് ഒടിച്ച് കഴിച്ച് ശീലിച്ചോണ്ടേ. ടേസ്റ്റ് എങ്ങനെ ഉണ്ടായി? കൊള്ളാം റോസ്റ്റഡ്. കിട്ടിയാ കിട്ടി അയ്യേ ഇത് വെയിലത്തിരുന്ന് റോസ്റ്റ് ചെയ്താണ്. അങ്ങനെ ഗൈസ് ഇവിടുത്തെ എല്ലാ തല്ലിത്തേങ്ങ ഞങ്ങൾ തിന്ന് തീർത്തു. കുമാരെ അടിച്ച് പൊളിച്ചു, ഞാൻ കുറേ തിന്നു. അങ്ങനെ ഞങ്ങൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോ, ഞങ്ങളെ ഫോളോ ചെയ്തോ. കുറച്ച് വീഡിയോസ്, ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് അടുത്ത തവണ വരും. ഓക്കെ, ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.